ഹലോ ഗൈസ്, ഇറ്റ്സ് മീ യുവർ സെഡ്ലോക്സ് വൈറ്റി. അപ്പോൾ ഗൈസ്, ഇന്നെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. അപ്പം എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഞാനിപ്പം CPM വേൾഡിൽ അങ്ങോട്ട് വന്നതേ ഉള്ളൂ. ഇവിടെ ഒരു വെള്ളച്ചാട്ടം കാണാനാണ് ഞാൻ ട്രോപ്പിക്ക് കയറിയത്. അപ്പം എനിക്ക് തൊണ്ടയ്ക്കെല്ലാം കിച്ച് കിച്ചുണ്ട് ഗൈസ്. അപ്പം ഫോർച്യൂണർ പോന്ന് ഇവിടെ റേഞ്ച് റോവറിനെ വെട്ടിച്ചു പോകുന്നത്. ഒരു പരിചയമുള്ള മുഖമാണല്ലോ. എടാ നെക്സ്ട്രോ, എടാ സെറ്റ്ലോക്സ്, നീ നാട്ടിലെത്തിയാ? നീ ഇപ്പൊ നാട്ടിലെത്തി? എടാ നീ ഇതൊന്നും അറിഞ്ഞില്ലടേ. ഇന്ത്യൻ കേസ് ചെയ്യുമല്ലേ നമ്മുടെ അമേരിക്കൻ കൺട്രീസിൽ ഇപ്പൊ ഫിനാൻഷ്യൽ ക്രൈസിസ് അല്ലേ. ഞാൻ വിചാരിച്ചു നിന്നെ പിരിച്ചുവിട്ടില്ലെന്ന്. അതെ അതെ, ഞാൻ വിചാരിച്ചു നിനക്ക് ജോലി ഉണ്ടാവും. നീ ഇത്രക്ക് റിച്ച് ആയാ? ഓടെ ഫോർച്യൂണർ അങ്ങ് എടുത്തു. പൈസ ഇഷ്ടം പോലെ കിടക്കല്ലേ. ജോലിയും കൂടി ആരും സെഡ് എഫക്ട് മാറ്റാൻ വേണ്ടി വന്നതാ. കാരണം ഞാൻ നിന്നെ കുറിച്ച് കുറെ തിരക്കിയിരുന്നു. നിന്റെ നമ്പറൊന്നും എനിക്ക് കിട്ടിയില്ല. എടാ ഞാനേ ഫോർച്യൂണർ എടുത്തതിന്റെ റിവ്യൂവിന്റെ ഒരു പാർട്ടി ഉണ്ട്. അപ്പൊ നീയും വാ. എനിക്ക് വരാനോന്നുണ്ട്. എത്ര മണിക്കാ? രാത്രി ഒരു 9 മണിക്ക് പാർട്ടി സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ വീട് വല്ലതും ഉണ്ടോ ഇവിടെ? അങ്ങനെയാണെങ്കിൽ എന്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു റിസോർട്ട് ഉണ്ട് ട്രോപ്പിക്കൽ. എനിക്ക് അറിയത്തില്ല, അവിടുത്തെ ഷോറൂമിന്റെ ആ ഭാഗത്തായിട്ട് റിസോർട്ടില്ല, എനിക്ക് അറിയത്തില്ലേ. അറിയാം. നീ പണ്ട് വന്ന് നിക്കാറുള്ള, പണ്ട് ജോലിക്ക് നിന്നാ അല്ലേ? എന്റെ ഫ്രണ്ടിന്റെ റിസോർട്ടാ. അപ്പൊ ആ റിസോർട്ടിൽ ഞാൻ പാർട്ടി ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും. നീയും വാ. എന്റെ റേഞ്ച് റോവർ എങ്ങനെയുണ്ട്? ഓ സീനാടാ, ഞാൻ ഈ റേഞ്ച് റോവറൊക്കെ എടുത്താ. ഞാൻ എടുത്തിട്ട് ഇപ്പൊ 2 മാസം ആവാറായി. ഓടാ സീന്. എടാ നീയേ ഈ അലോയ് വീൽസിലെ റെഡ് ഒന്ന് മാറ്റാൻ നന്നായിട്ടുണ്ടോ? പിന്നെ അലോയ് മാറ്റണമെന്നുണ്ട് ബ്രദർ. പൈസ ഇത്തിരി കമ്മിയാണ്. പൈസ ഞാൻ തരാടാ. എന്റെ അത്യാവശ്യം പൈസ ഉണ്ട്. ഞാന് സേവ് ചെയ്ത് വെക്കുന്നു. എന്തായാലും ഞാൻ നിന്റെ ഫോർച്യൂണർ ഒന്ന് ഓടിച്ചു നോക്കട്ടെ. ആടെ ഓടിച്ചു നോക്കാം. ഞാനേ നിന്റെ റേഞ്ച് റോവർ എടുക്കട്ടെ. ഓക്കെ. ഞാൻ നിന്റെ സൈഡിലിരിക്കാം. പിന്നെ അത് എടുക്കണ്ട. അപ്പുറത്തെ സൈഡ് നീ നിർത്തിയ സൈഡ് ഞാൻ നോക്കിയില്ല. ഇന്ത്യ. എടാ ഡീസലാണോ? ഡീസലാ. പെട്രോൾ എടുക്കാനേ? എടാ ഫോർച്യൂണർ ആകുമ്പോ എല്ലാവരും ഡീസലിൽ എടുത്താ. അപ്പൊ ഞാനങ്ങനെ ഡീസൽ എടുത്തു. പിന്നെ ഒരു ഹരം. ഫോർച്യൂണർ പറയുമ്പോ ഡീസലിനൊരു ഹരമില്ലേ. മോനെ ഏതാ വണ്ടി? ലുക്ക് വണ്ടി. ആടാ ഇത് റേഞ്ച് റോവറിന്റെ അത്ര വളർന്നില്ല, പക്ഷെ ഓടിച്ചെടുക്കാൻ നല്ല രസമാ. അതാ പറഞ്ഞ ലുക്ക് വണ്ടിന്ന്. ഓടിച്ചെടുക്കാൻ നല്ല രസമുണ്ട്. ഇത് എവിടുന്നാ നീ രജിസ്റ്റർ ചെയ്ത ഈ നമ്പര്? എടാ ഇത് സീനല്ലേ. നമ്പര് കൊള്ളാം. ആടാ ഇത് ഞാന് ഇന്ത്യന്ന് ഇറക്കിയതാടാ. ഇന്ത്യന്ന് ഇറക്കിയതാ അല്ലേ? ഞാൻ നേരെ ദുബായ് അല്ലേ, USA നേരെ ഫ്ലൈറ്റ് പിടിച്ച് ഇന്ത്യയിലോട്ട് ആദ്യം വന്നേ. കണക്റ്റഡ് ഫ്ലൈറ്റ് ആയിരുന്നു. അപ്പൊ ഇന്ത്യയിലോട്ട് ആദ്യം വന്നിട്ട് പിന്നെ CPM-ലോട്ട് വന്നതാണോ? അപ്പൊ എന്തായാലും ഇന്ത്യയിൽ വന്നില്ല. അപ്പൊ അടുത്ത ദിവസത്തെ ഫ്ലൈറ്റ് ആണ് ഞാൻ CPM-ലോട്ട് എടുത്തത്. അപ്പൊ ഇന്ത്യയിലോട്ടുള്ള ഫ്ലൈറ്റിന് ഞാനൊരു ഫോർച്യൂണർ നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നേരെ ഞാൻ ഷിപ്പ് ചെയ്ത് CPM-ലോട്ട് കൊണ്ടുവന്നു. ഇതിന് വണ്ടിയല്ലേ. നീ വൈറ്റ് കളർ ചൂസ് ചെയ്ത എന്താ? വൈറ്റ് ചൂസ് ചെയ്യാൻ കാരണം എല്ലാവരും ഫോർച്യൂണർ എടുക്കുമ്പോ ഒരു വൈറ്റല്ലേ എടുക്കുക. പിന്നെ ഈ CPM-ൽ എല്ലാവരും ബ്ലാക്ക് എടുത്തേ, ഈ CPM ലോകത്തുള്ള ഫോർച്യൂണറൊക്കെ. അപ്പൊ ഞാനൊരു പിന്നെ എനിക്ക് കുറച്ചും കൂടി ബ്ലാക്ക് ഫോർച്യൂണറിനേക്കാൾ ഇഷ്ടം വൈറ്റ് ഫോർച്യൂണറാ. അത് കാരണം ഞാൻ വൈറ്റ് എടുത്തു. പിന്നെ ഏതാ നിന്റെ റേഞ്ച് റോവർ? ഇത് സ്പീഡിലെ വണ്ടി കേട്ടോ. നല്ല സസ്പെൻഷൻ കൂട്ടിയിടാ ഫോർച്യൂണർ. ആടാ സസ്പെൻഷൻ കൂട്ടണം. ഞാൻ ഇറക്കിയതേ ഉള്ളൂ. ഞാൻ ഇന്നലെ നാട്ടിൽ വന്നതേ ഉള്ളൂടാ. അങ്ങനെയാണല്ലേ. എന്നാ നമുക്ക് നിന്റെ ആ സ്ഥലത്തോട്ട് പോവാം. ഒരു കാര്യം ചെയ്യ്, ഈ റേഞ്ച് റോവർ ഇവിടെ കിടക്കട്ടെ. ഞാൻ ഫോർച്യൂണറിൽ കയറാം. നീ എന്നെ കൊണ്ടുപോകും. എനിക്ക് കറക്റ്റ് വഴി അറിഞ്ഞൂടല്ലോ. എന്നിട്ട് ഞാൻ റിസോർട്ട് ഏരിയ ഒക്കെ കാണിച്ചു തരാം. നീ വാ. എന്തായാലും നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയും. എടാ നിന്റെ നമ്പർ എനിക്ക് തരാൻ മറക്കില്ലേട്ടാ. അവിടെ എത്തിയിട്ട് നീ എന്റെ നിന്റെ നമ്പർ. ഓക്കെ. ഗെയ്സ്, അങ്ങനെ ഫസ്റ്റ് വ്ളോഗിൽ തന്നെ പഴയ ഒരു കൂട്ടുകാരനെ കണ്ടുമുട്ടുന്ന ഇടയായി. ഓക്കെ.
ഞാൻ നെക്സ്ട്രോ നമ്മള് LKG മുതൽ ഒരുമിച്ച് പഠിച്ചതാ. LKG മുതൽ കോളേജ് 4th ഇയർ വരെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ. പിന്നെ ജോലിയുടെ കാര്യമായിട്ട് ഞങ്ങൾ ഒരേ പോലെ അപ്ലൈ ചെയ്തെങ്കിൽ ഇവന് കാനഡയിലാ ജോലി കിട്ടി, എനിക്ക് USA കിട്ടി. കുഴപ്പമില്ല, അടുത്തടുത്ത് തന്നെ ആയതുകൊണ്ട് വലിയ സീനില്ല. എന്നാലും നമ്മൾ കണ്ടില്ല, തിരക്ക് കാര്യങ്ങളൊക്കെ ആയിരുന്നു അല്ലേ. എടാ ടയർ നീ വില കുറഞ്ഞത് ഇട്ടേക്കുന്നേന്ന് തോന്നല്ലേ? ടയർ നീ കുറച്ച് വില കുറഞ്ഞ ടയറൊന്നും ഞാൻ മാറ്റാൻ നിന്നില്ല. ടയർ ഞാന് ഫ്ലൈറ്റിലൊക്കെ വന്നത് കാരണം ഇത്തിരി വില കുറഞ്ഞ ടയർ ഇട്ടു. എന്നിട്ട് ഇവിടെ വന്നിട്ട് ടയർ മാറ്റാൻ. എനിക്കൊരു കാര്യം അറിയാൻ, ഇതിന് എത്ര രൂപ ഷിപ്പിങ്ങിന്? എനിക്കൊരു ഫോർച്യൂണർ ഇറക്കണം. ഷിപ്പിങ് എല്ലാം കൂടി ചേർത്ത് ഇവിടെ ഇത്തിരി ഷിപ്പിംഗ് ടാക്സ് കൂടുതലാണല്ലോ. ആണാണ്. എല്ലാം കൂടി ചേർത്ത് 2.5 കോടിയായി. അത്രയായോ? ഫോർച്യൂണറിന് അത്യാവശ്യം വിലയില്ലേ. പിന്നെ ഇതല്ലേ ആ സ്ഥലം നീ നിന്നാ? ഇതാണ് എന്റെ ഫ്രണ്ടിന്റെ റിസോർട്ട്. ഇവിടെയായിട്ടാണ് ഞാൻ പാർട്ടി വെക്കുന്നത്. ഇപ്പൊ അവൻ വർക്ക് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, അവൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അവിടെ പൂള് കണ്ടില്ലേ, ആ പൂളിന്റെ അവിടെ ഒരു ഷെഡ് പോലത്തെ സാധനം വരുന്നുണ്ട്. പിന്നെ എന്റെ കുറെ ഫ്രണ്ട്സ് വരുന്നുണ്ട് അവിടെ. കുറെ പേരൊക്കെ എനിക്ക് അറിയായിരിക്കും, കുറെ പേരൊക്കെ നമ്മുടെ കൂടെ പഠിച്ച കുറെ പേരുണ്ട്. എടാ നമ്മുടെ കൂടെ പഠിച്ചതിൽ ഇപ്പൊ നമ്മള് രണ്ടുപേരും വീണ്ടും കണ്ടുമുട്ടിയല്ലേ പഴയ പോലെ? ഇനി എല്ലാവരും കണ്ടുമുട്ടാ. ഇത് പാർട്ടി മാത്രമല്ല, ഒരു ഗെറ്റ് ടുഗെദർ എന്ന് വേണമെങ്കിൽ പറയാം. അത്രേ ഉള്ളൂ. ഇതാണ് എന്റെ ഫ്രണ്ടിന്റെ റിസോർട്ട്. ഞാൻ ഇവിടെയാണ്. എത്ര മണിക്കാ പാർട്ടി എന്നാ പറഞ്ഞേ? രാത്രി 8 മണിക്കാ പാർട്ടി. ഒരു ട്രോ ട്രക്ക് വിട്ട് വിളിപ്പിക്കാമെങ്കിൽ എന്റെയും കൂടെ ഒരു വണ്ടി റിവീൽ ചെയ്യുന്നുണ്ട്, ഒരു 911. മെന്നാന്ന് അങ്ങോട്ട് ഇറക്കിയതേ ഉള്ളൂ. 911? നീ എപ്പോഴാണ് നാട്ടിലെത്തിയ പറഞ്ഞ പോലെ? ഞാൻ എത്തിയിട്ട് ഇപ്പം ഏതാണ്ട് 3 മാസമായി. ഞാൻ ഇവിടുന്ന് തന്നെ റേഞ്ചർ റോവർ എടുത്തത്, 911 എടുത്തത്. നിന്റെ ജോലി കുറച്ചും കൂടെ നേരത്തെ പോയില്ലേ? എന്റെ നേരത്തെ പോയതല്ല അളിയ, എന്റെ ജോലിയിൽ ഞാൻ ശരിക്കും ആ ജോലിയിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷേ സാലറിക്ക് ചെറിയ കുറവ് വന്നപ്പോ ഞാനങ്ങ് സ്വന്തമായിട്ട് കിട്ടിയതാ. അല്ല ഞാൻ എന്നെ ഇറക്കി വിട്ടതാടാ സംഭവം. അവിടെ എന്റെ കമ്പനി USA ഏറ്റവും കൂടുതൽ ക്രൈസിസ് വന്നേ. അപ്പൊ എന്റെ കമ്പനിക്ക് കുറച്ചും കൂടി നല്ല രീതിക്ക് നഷ്ടമായി. അപ്പൊ എന്റെ കമ്പനിയിലെ ഇപ്പൊ 95% ആൾക്കാരെ അവര് പിരിച്ചു വിട്ടു. അങ്ങനെയാണല്ലേ? എന്റെ കമ്പനിയിൽ എനിക്ക് സാലറി എനിക്ക് 2 ലക്ഷം ആയിരുന്നു. അത് അവന്മാര് കുറച്ച് 1.5 ലക്ഷം ആക്കിയപ്പോ ഞാൻ ഇറങ്ങി. എനിക്ക് 3 ലക്ഷത്തിന് അടുത്തുണ്ടായിരുന്നാണ്. 2 നിന്റെ സെയിം സാലറി തന്നെയാണ്. പക്ഷെ എന്റെ സാലറി അഭിമാനി കുറച്ച് 50,000 ആക്കി. അപ്പൊ പിന്നെ ഞാൻ സാലറി കൂടുതൽ വെച്ചപ്പോ അവര് ഈ സാലറി ചോദിച്ചില്ലെങ്കിൽ പിരിച്ചു വിടും പറഞ്ഞു. അപ്പൊ ഞാനായിട്ട് അങ്ങോട്ട് റിസൈൻ ചെയ്തു. കാരണം നീ ഇപ്പഴും ക്ലീൻ ഷേവ് അടിച്ച് നടന്നു, ഇത്തിരി താടിയൊക്കെ വീട്. ഞാൻ അമേരിക്കയിൽ പോയപ്പോ അങ്ങോട്ട് ഇതായി. പിന്നെ ഈ ഷർട്ടിന്റെ കൂടെ ഇതെല്ലാം നല്ലത്. ഞാൻ എന്റെ ഹെയർ സ്റ്റൈലൊക്കെ മാറ്റാൻ പോവാടാ. ഞാനിനി മാറ്റണം. പിന്നെന്താണ്, എന്റെ 911 റിവീലും കൂടെ നടത്തിക്കോട്ടെ. നീ നടത്തിക്കോ, ഒരു സീനും ഇല്ല. എന്തായാലും ഇപ്പം രാത്രി കാണാം. ഓക്കെ. ഡിന്നർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഉണ്ടായിരുന്നു പരിപാടി. അപ്പം ഞങ്ങള് ഇങ്ങനെ പാർട്ടി ആവാൻ സമയമായി. കറക്റ്റ് 8 മണി ആവാറായി. ഞാൻ അപ്പോഴത്തേക്ക് ഇവിടെ വന്ന് ഞാൻ വണ്ടി ഇവിടെ നിന്ന് പാർക്ക് ചെയ്യാൻ. ഇതാ കേസ് നമ്മുടെ 911. നെക്സ്ട്രോ ഒന്ന് പോയി വിളിക്കട്ടെ, അവ എവിടാണോ എന്തോ. ഇനി ഞാൻ ഹെഡ്ലൈറ്റ് കത്തിച്ചിട്ടിട്ട് തന്നെ പോവാം. എവിടെ ഇവൻ കൊറേ നേരമല്ലോ. അതോ വന്നു. ഡോൺട്രേ 911. മഞ്ഞ കളറാണോ? എത്രയാടാ? മഞ്ഞല്ല, അത് വെള്ളയുടെ തന്നെ വേറൊരു ഷെയ്ഡാ. രാത്രി കിടമ്പോ മഞ്ഞ പോലെ ഉണ്ട്, രാവിലെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. എത്രയാടാ? BMW ടീം ഉണ്ട്. ഇത് 23 ആയിടാ മൊത്തത്തിൽ. അതായത് എങ്ങനെയാന്ന് വെച്ചാ, അല്ല 23 അരയായി. 23 കോടി വണ്ടിക്കായി, 1/2 കോടി വർക്കിനായി. കൊള്ളാടാ. നീ എന്തായാലും കേറ്റിയിടും, ഇവിടേക്ക് കേറ്റിയിടും. എവിടേക്ക്? ഉള്ളിലോട്ട് കേറ്റിയിട്ടു റിവീൽ പറയുമ്പോ. ഉള്ളിലോട്ട്. അവിടെ എല്ലാം നമ്മുടെ പിള്ളേരൊക്കെ ഉണ്ട്. കൊറേ നിനക്കറിയാ, കൊറേ എനിക്കറിയുന്നവര് ഒക്കെ ഉണ്ട്. നിനക്കറിയുന്ന ആരെയൊക്കെ വിളിക്കായിരുന്നു. കുഴപ്പമില്ല. നീ ഒന്ന് ബാക്കി അങ്ങോട്ട് കേറ്റോ. വണ്ടി വിഷയായി. നീ ഇറങ്ങിക്കോ. നീ ഇറങ്ങി അവിടെ പൊക്കോ. നീ അവിടെ പോയി ചില്ലടിച്ചോ. ഓക്കെ, ഞാൻ ചില്ലടിക്കാം. അവിടെ എവിടെ ആൾക്കാരൊക്കെ? അവിടെ ഇരിക്കുന്നുണ്ടോ, കണ്ടില്ലേ? മൊത്തം ഇരുട്ടായോണ്ടേ ഒരു തേങ്ങയും കാണുന്നില്ല.
ആ ഫോർച്യൂണറിന്റെ ബാക്കിൽ നിൽക്കുന്നതാണോ? ആ അതന്നെ ആൾക്കാര്. ആഹാ ഉമ്മാരൊക്കെ ആരാന്ന് നോക്കിട്ട് വരാലോ. ആഹാ ഇവരെയൊക്കെ എനിക്കറിയാലോ. കുറച്ചുപേരെ വന്നിട്ടുള്ളോടാ. അവിടെ ഇത്ര പേരേ ഉള്ളൂ. ഇത് ഞാന് കൊറേ പേരൊന്നും വിളിച്ചില്ല, ചെറിയ പാർട്ടി ആക്കാൻ വിചാരിച്ചു. ആണോ? അങ്ങനെയാണെങ്കി ഓക്കെ. പിന്നെ നിന്നെ ഞാൻ വിളിക്കണമെന്ന് ഒരുപാട് വിചാരിച്ചു, പക്ഷെ നിന്നെ ഒന്നും കിട്ടിയില്ല. അപ്പൊ നിന്റെ കമ്പനിക്ക് വിളിച്ചു നോക്കാൻ വരെ വിചാരിച്ചു. നിന്റെ ജോലി പോയെന്നൊക്കെ ആരൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, പക്ഷെ നീ നാട്ടിലെത്തി എന്ന് അറിഞ്ഞില്ല. എന്തായാലും ഇപ്പൊ സെഡ്ലോക്സും എക്സ്ട്രോയും വീണ്ടും കണ്ടുമുട്ടി. നമുക്ക് പാർട്ടി അപ്പൊ തുടങ്ങിയാലോടാ. എടാ ഞാൻ രാത്രി ഒരു ഷോ കഴിക്കാൻ വേണ്ടി കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടുണ്ട്, പേടിക്കണ്ട. കാരണം എനിക്ക് എന്തെങ്കിലും ഡ്രിങ്ക്സോ എന്ത് വേണം, വിസ്കി എല്ലാ സാധനങ്ങളും ഉണ്ട്, വൈന് എന്ത് വേണമെങ്കിലും എടുത്തു. ഇല്ല അതൊന്നും ഇപ്പൊ വേണ്ട, തൽക്കാലം നമുക്ക് പാർട്ടി എൻജോയ് ചെയ്യാം. ആദ്യം നമുക്ക് കുറച്ച് ഡാൻസ് ഒക്കെ കളിക്കാം. എടാ മറ്റേ പാട്ട് ഇടറാ. ഏതിടുന്നു നീ പാട്ട്? അതൊന്നും ഞാനല്ലടെ ഇടുക, അതൊക്കെ അവിടുത്തെ ആൾക്കാരിടുന്നത്. ഞാൻ കൊറേ പാട്ടുകൾ പറഞ്ഞിട്ടുണ്ട്, അതില് റാൻഡ് വെച്ച് ഇടുന്ന. അവിടെ പൂളില് എനിക്ക് അറിയുന്ന 2-3 പേരുണ്ട്. കണ്ടോ? ഇവന്മാരെ ഇവിടെ കണ്ടില്ലല്ലോ. ഇവന്മാരൊക്കെ പാർട്ടി എൻജോയ് ചെയ്യാനാണോ എന്നത് കുളിക്കാനാണോ? പൂളില് എൻജോയ് ചെയ്തോളും. കാരണം നമുക്ക് പൂളിൽ പോയി കുറച്ച് കഴിഞ്ഞിട്ട് ഡാൻസ് കളിക്കാം. അല്ല ഇപ്പൊ ഇത്രയും ഇവിടെ ഡാൻസ് കളിക്കാം ആൾക്കാരുടെ കൂട്ടത്തില്. ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും ഇവനെ തൊഴുവാനായും ജനത്തിരക്ക് കാലം എടുത്തു വച്ചാൽ സ്വർഗം പോലും നാടൻ സബ്സ്ക്രൈബ്. എന്റെ ഫസ്റ്റ് വ്ളോഗ് തന്നെയാണിത്. അപ്പൊ എങ്ങനെയെങ്കിലും സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ശരി, ബൈ.